ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി കേരളത്തിലേക്ക് എത്തുകയാണ്. പുതുയുഗ യാത്രയുടെ സമാപനവുമായി ബന്ധപ്പെട്ട രാഹുൽ ഗാന്ധി കടന്നു വരുമ്പോൾ കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകർ വലിയ ആത്മവിശ്വാസത്തിലാണുള്ളത്. അതായത് ഈ മാസം 7-ാം തീയതി പുത്തരിക്കണ്ടം മൈതാനത്ത് രാഹുൽ ഗാന്ധി സംസാരിക്കുമ്പോൾ കോൺഗ്രസിന്റെ കേരളത്തിലെ ഐക്യജനാധിപത്യ മുന്നണിയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തനങ്ങൾക്ക് ഔപചാരികമായി തുടക്കം കുറിക്കുമെന്നാണ് കോൺഗ്രസ് ക്യാമ്പ് പറയുന്നത്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഈ തെരഞ്ഞെടുപ്പ് ഒരു ഡു ഓർ ഡൈ തെരഞ്ഞെടുപ്പാണ്. 10 വർഷമായി അധികാരത്തിന് പുറത്തിരിക്കുന്ന കോൺഗ്രസിനും ഐക്യജനാധിപത്യ മുന്നണിക്കും ഇത്തവണ സംസ്ഥാനത്ത് അധികാരത്തിലേക്ക് തിരിച്ചു വരണം. കാസർഗോഡ് ഉപ്പളയുടെ മണ്ണിൽ സപ്തഭാഷാ സംഗമഭൂമിയായ കന്നഡയും കൈരളിയും കൈകോർക്കുന്ന കാസർഗോഡിന്റെ മണ്ണിൽ നിന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച പുതുയുഗ യാത്ര മുഴുവൻ നിയോജക മണ്ഡലങ്ങളിലെയും പ്രൗഢഗംഭീരമായ സ്വീകരണം ഏറ്റുവാങ്ങി തിരുവനന്തപുരത്ത് പുത്തരിക്കണ്ടം മൈതാനത്ത് സമാപിക്കുകയാണ്. അനന്തപത്മനാഭന്റെയും മഹാത്മാ അയ്യങ്കാളിയുടെയും പാദസ്പർശമേറ്റ പുളകിതമായ മണ്ണിൽ ഈ പുതുയുഗ യാത്ര സമാപിക്കുമ്പോൾ ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ രാജകുമാരനെന്ന കോൺഗ്രസ് പ്രവർത്തകർ വിശേഷിപ്പിക്കുന്ന രാഹുൽ ഗാന്ധി ആ സമാപന സമ്മേളനത്തിൽ പങ്കെടുക്കാൻ വരികയാണ്. വെറുപ്പിന്റെ കമ്പോളത്തിൽ സ്നേഹത്തിന്റെ കട തുടങ്ങിയ രാഹുൽ ഗാന്ധി സംഘപരിവാറിന്റെ ഹൈന്ദവ തീവ്രവാദികൾ ഇന്ത്യ രാജ്യത്തിന്റെ ഭരണഘടനയെ പോലും വെല്ലുവിളിച്ച സംഘപരിവാറിന്റെ കാവി വർഗീയതയ്ക്ക് ഇന്ത്യ രാജ്യത്തിന്റെ വേരോട്ടം നടത്താൻ ശ്രമിക്കുമ്പോൾ കാശ്മീർ മുതൽ കന്യാകുമാരി വരെ, ലഡാക്ക് മുതൽ ലക്ഷദ്വീപ് വരെ, നാഗപ്പൂർ മുതൽ നാഗാലാൻഡ് വരെ, ആസാം മുതൽ ആന്തമാൻ വരെ വ്യാപിച്ചു കിടക്കുന്ന ഇന്ത്യ രാജ്യത്തിന്റെ മുക്കിലും മൂലയിലും ഈ രാജ്യത്തിന്റെ മഹത്തായ മതേതരത്വത്തെ കണ്ണിലെ കൃഷ്ണമണി പോലെ സംരക്ഷിക്കുമെന്ന പ്രഖ്യാപനമുയർത്തി പ്രചരണം നടത്തുന്ന രാഹുൽ ഗാന്ധി കേരളത്തിലേക്ക് കടന്നു വരുമ്പോൾ കേരളത്തിലെ മതേതര വിശ്വാസികൾ വലിയ ആത്മവിശ്വാസത്തിലാണ്. കണ്ണിലെ കൃഷ്ണമണി പോലെ ഈ രാജ്യത്തിന്റെ മതേതരത്വത്തെ സംരക്ഷിക്കുമെന്ന പ്രഖ്യാപനമുയർത്തിയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഭാരത് ജോഡോ യാത്ര കാശ്മീർ മുതൽ കന്യാകുമാരി വരെ നടന്നത്. സംഘപരിവാറിന്റെ വർഗീയ രാഷ്ട്രീയത്തിനെതിരെ ഈ രാജ്യത്തെ ജനങ്ങളെ ഹൈന്ദവനെന്നും മുസൽമാനെന്നും ക്രൈസ്തവനെന്നും വേർതിരിച്ച ഈ രാജ്യത്തെ ജനങ്ങൾ എന്ത് കഴിക്കണമെന്ന്, എന്ത് ധരിക്കണമെന്ന്, എന്ത് സംസാരിക്കണമെന്ന്, ആരോട് സംസാരിക്കണമെന്ന് സംഘപരിവാർ തീവ്രവാദികൾ നിശ്ചയിക്കുമ്പോൾ അവർക്കെതിരെ ഇത് അനുവദിച്ചു തരുന്ന പ്രശ്നമില്ലെന്നും ഈ രാജ്യം ഒരു മഹത്തായ ജനാധിപത്യ രാജ്യമാണെന്നും ഈ രാജ്യത്തെ ജനാധിപത്യം സംരക്ഷിക്കാൻ കോൺഗ്രസിന്റെ നേതാക്കന്മാർ ജീവനും ജീവിതവും ചോരയും നീരും നൽകിയതാണെന്ന പ്രഖ്യാപനം ഉയർത്തിപ്പിടിച്ച സംഘപരിവാറിന്റെ ഹൈന്ദവ തീവ്രവാദത്തിനെതിരെ സന്ധിയില്ല പോരാട്ടം നടത്തുന്ന രാഹുൽ ഗാന്ധി കേരളത്തിലേക്ക് വരുമ്പോൾ അത് കേരളത്തിലെ കോൺഗ്രസിന് നൽകുന്ന ആത്മവിശ്വാസം ചെറുതല്ല. രാഹുൽ ഗാന്ധി മാത്രമല്ല, ഈ തെരഞ്ഞെടുപ്പിന്റെ ചുമതല കോൺഗ്രസ് നൽകിയിരിക്കുന്ന രാജസ്ഥാനിൽ സംഘപരിവാറിന്റെ ഭീകരവാദത്തിനെതിരെ സന്ധിയില്ല പോരാട്ടം നടത്തി കോൺഗ്രസിനെ അധികാരത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്ന രാജസ്ഥാൻ ഉപമുഖ്യമന്ത്രിയും PCC അധ്യക്ഷനുമെല്ലാമായി പ്രവർത്തിച്ച സച്ചിൻ പൈലറ്റാണ്. മറ്റൊന്ന്, ദക്ഷിണേന്ത്യയിൽ താമര വിരിഞ്ഞ ഏക സംസ്ഥാനമായ കർണാടകയിൽ BJPയുടെ അക്കൗണ്ട് ക്ലോസ് ചെയ്ത താമര വാരിക്കരിയാൻ നേതൃത്വം നൽകിയ, അല്ലെങ്കിൽ താമര വാടിക്കരിക്കാൻ നേതൃത്വം നൽകിയ KJ ജോർജ് എന്ന് പറയുന്ന പാതി മലയാളിയായ കർണാടകയുടെ മന്ത്രി കേരളത്തിന്റെ ചുമതലയുമായി കേരളത്തിലേക്ക് എത്തുകയാണ്. മറ്റൊന്ന്, ഡൽഹി JNU യൂണിവേഴ്സിറ്റിയിൽ ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രി, നവഭാരത ശില്പി എന്നറിയപ്പെടുന്ന ജവഹർലാൽ നെഹ്റുവിന്റെ നാമധേയത്വമുള്ള സർവകലാശാലയിൽ സംഘപരിവാറിന്റെ വർഗീയ വിദ്വേഷ വിഭജന രാഷ്ട്രീയത്തിനെതിരെ സന്ധിയില്ല പോരാട്ടം നടത്തി അവിടെ വിദ്യാർത്ഥി നേതൃത്വത്തിൽ ഉജ്ജ്വലമായ നേതൃത്വം നൽകിയ കനയ്യകുമാറാണ്. കനയ്യകുമാർ കേരളത്തിലേക്ക് കടന്നു വരികയാണ്. മറ്റൊന്ന്, കേരളത്തിന്റെ പൾസ് അറിയുന്ന മധുസൂദനൻ മിസ്ത്രി, നേരത്തെ കേരളത്തിന്റെ ചുമതലയുണ്ടായിരുന്ന AICCയുടെ ജനറൽ സെക്രട്ടറി. ഇവരുടെ നേതൃത്വത്തിലാണ് കേരളത്തിൽ സ്ക്രീനിംഗ് കമ്മിറ്റി പ്രവർത്തിക്കുന്നത്. ഇവരെല്ലാം കേരളത്തിലുണ്ട്. കോൺഗ്രസിന്റെ ദേശീയ നേതാക്കന്മാർ പവൻ ഖേരയെ പോലെ, മനു അഭിഷേക് സിംഗ്വിയെ പോലെയുള്ള നേതാക്കന്മാർ കേരളത്തിലേക്ക് എത്തുകയാണ്. രേവന്ത് റെഡ്ഡി, DK ശിവകുമാർ, സിദ്ധരാമയ്യ ഉൾപ്പെടെയുള്ള കോൺഗ്രസിന്റെ മുഖ്യമന്ത്രിമാരും ഉപമുഖ്യമന്ത്രിമാരും കേരളത്തിലേക്ക് ഈ തെരഞ്ഞെടുപ്പ് പ്രചരണമായി കടന്നു വരികയാണ്. വയനാടിന്റെ MP, AICCയുടെ ജനറൽ സെക്രട്ടറി പ്രിയങ്ക ഗാന്ധി ഈ തെരഞ്ഞെടുപ്പ് ക്യാമ്പയിനുമായി കേരളത്തിലേക്ക് കടന്നു വരും. കേരളത്തിൽ കോൺഗ്രസ് കെട്ടിലും മട്ടിലും രൂപത്തിലും ഭാവത്തിലും ഒരു പുതിയ കോൺഗ്രസ് ആണ് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പോകുന്നത്. താഴെത്തട്ടിൽ സംഘടന എണ്ണയിട്ട യന്ത്രം പോലെ ചലിക്കുന്നു. മേൽത്തട്ടിൽ നേതാക്കന്മാരുടെ സമാനതകളില്ലാത്ത ഐക്യം, ഒറ്റക്കെട്ടായി ഒരേ മനസ്സോടുകൂടി ഈ തെരഞ്ഞെടുപ്പിന് കോൺഗ്രസ് നേരിടുമ്പോൾ കോൺഗ്രസിന് അധികാരത്തിലേക്ക് തിരിച്ചു വരാൻ കഴിയും. അതിന്റെ കാഹളം മുഴക്കുന്ന തെരഞ്ഞെടുപ്പിന്റെ പ്രചരണ പ്രവർത്തനമാണ് പുത്തരിക്കണ്ടം മൈതാനത്ത് നടക്കാൻ പോകുന്നത്. ഒരേ സമയം CPM-നെയും ഇടതുപക്ഷത്തെയും നേരിടുമ്പോൾ മറുഭാഗത്ത് കേരളത്തിൽ ആഞ്ഞടിക്കുമെന്ന് പ്രഖ്യാപിക്കുന്ന കാവി വർഗീയതയെ നേരിട്ടുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ ഉജ്ജ്വല വിജയം നേടാൻ തന്നെയാണ് കോൺഗ്രസിന്റെ തീരുമാനം.